SITക്ക് മുന്നിൽ ഹാജരായി ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി. ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായാണ് പോറ്റി തിരുവനന്തപുരം ഈഞ്ചക്കലിലെ SIT ഓഫീസിൽ ഹാജരായത്. ചൊവ്വയും വെള്ളിയും SITക്ക് മുന്നിൽ ഹാജരാകണമെന്നാണ് വ്യവസ്ഥ. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, ഇന്നലെ വളരെ പ്രസന്നവദനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. പക്ഷേ ED പിടിക്കുമെന്ന് ഉറപ്പാവുകയാണ്. കൃഷ്ണരാജ്, അല്പസമയം മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ, ഈഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായിരിക്കുന്നത്. ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായിട്ട് കർശന ജാമ്യവ്യവസ്ഥ ഉണ്ടായിരുന്നു. ആ ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹാജരായിരിക്കുന്നത്. ചൊവ്വയും വെള്ളിയും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് ഈ ജാമ്യവ്യവസ്ഥയിൽ പറയുന്നത്. മാത്രമല്ല, പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല, മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പാടില്ല എന്നതടക്കമുള്ള കർശനമായ ജാമ്യവ്യവസ്ഥകളുണ്ടായിരുന്നു. ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് പോറ്റി ജാമ്യം ലഭിക്കുന്നത്, ജയിൽ മോചിതനാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് ജയിൽ മോചിതനായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയത്. ഏകദേശം ഒരു അരമണിക്കൂർ പിന്നിടുന്നു ഇപ്പോൾ ഈ ഓഫീസിൽ എത്തിയ ശേഷം. ചോദ്യം ചെയ്യലടക്കം ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം ഈ ഓഫീസിലേക്ക് എത്തിയ പോറ്റിയെ തുടർന്ന് ഉദ്യോഗസ്ഥർ ചേർന്ന് ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഇപ്പോഴും അകത്ത് ആണ്. ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികളടക്കം ഇന്നും ഉണ്ടാകുമെന്ന് അടക്കമുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, മുരാരി ബാബുവും ഒപ്പമുണ്ട്. ഈ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ നിന്നും മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യൽ നടപടികളടക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കർശനമായ ജാമ്യവ്യവസ്ഥ ഉണ്ടായിരുന്നു. എല്ലാ ആഴ്ചകളിലെ ചൊവ്വയും വെള്ളിയും ഈഞ്ചക്കലിലെത്തി ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ ഹാജരാകണമെന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. ആ വ്യവസ്ഥയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എത്തിയത്. വെഞ്ഞാറമൂട്ടിൽ വീട്ടിൽ നിന്നാണ് ഇന്ന് ഒരു 9:30 മണിയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടേക്ക് എത്തിയത്. എന്തായാലും ഈ ചോദ്യം ചെയ്യൽ നടപടികൾ കഴിഞ്ഞിട്ട് അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിക്കാനുണ്ടായ സാഹചര്യത്തിലെല്ലാം വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ ജാമ്യം കിട്ടിയതിൻ്റെ എല്ലാം കാരണം SITയുടെ അനാസ്ഥയാണ്. കാരണം SIT കൃത്യമായ രീതിയിൽ കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. കേസിൽ ഇടപെടൽ നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസടക്കം ഇടപെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ജാമ്യം ലഭിക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ SIT പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം കൊണ്ട് കാര്യമായി ഗുണം ചെയ്യില്ല എന്നാണ് ഇപ്പോൾ BJP അടക്കം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം ഏറ്റെടുക്കണം എന്നൊരു ആവശ്യവും BJP മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും ഇതോടൊപ്പം തന്നെ EDയുടെ നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതിനിടയിലാണ് വീണ്ടും SITക്ക് മുന്നിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരാകുന്നത്. മുരാരി ബാബുവും എത്തിയിരിക്കുന്നു. ഇവർ ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ ആണ് ഹാജരായിരിക്കുന്നത്. ഇനി ചോദ്യം ചെയ്യൽ നടപടികൾ കൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അറിയേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോഴും ഒരു അപൂർണമായ ഒരു അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൊണ്ടി മുതൽ എവിടെയാണെന്ന് പോലും ഇപ്പോഴും കൃത്യമായ വിവരം അന്വേഷണ സംഘത്തിലില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇവരിൽ നിന്നും വിവരങ്ങൾ ലഭിക്കൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലടക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് 9:30 മണിയോട് കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. കൃഷ്ണരാജ്, ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി SITക്ക് മുന്നിൽ ഹാജരായി ഉണ്ണികൃഷ്ണൻ പോറ്റി ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ എത്തണം എന്നാണ് SIT അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് എത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.